വിൻഡർമേറിലെ ബോട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റൈഡൽ കേവിലേക്കാണ്. കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഹൈക്കിംഗ് തുടങ്ങി. അധികം ദൂരമൊന്നുമില്ല, 1 മൈൽ ദൂരമേ ഉള്ളൂ ഈ റൈഡൽ കേവിലേക്ക്. അങ്ങോട്ടേക്ക് സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ ബേബി കാറ്ററും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മാറി മാറി മോനെ തോളിലൊക്കെ ഇരുത്തിയാണ് കൊണ്ടുപോയത്. അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നു. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഈ കാണുന്നതാണ് റൈഡൽ ലേക്ക്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി മലയുടെ മുകളിലാണ് റൈഡൽ കേവ് ഉള്ളത്. കുറേ കാരണം മനുഷ്യനിർമ്മിതമായി ഉണ്ടായ ഒരു ഗുഹയാണിത്. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. പോകുന്ന വഴി ഇതുപോലുള്ള കുഞ്ഞു അരുവികളും കാണാം. അവിടെ അങ്ങോട്ട് പിന്നെ കുറച്ച് കുത്തനെയുള്ള കയറ്റമായിരുന്നു. ഫുൾ പാറകഷ്ണങ്ങൾ കിടക്കുന്നതുകൊണ്ട് സൂക്ഷിച്ച് വേണമായിരുന്നു നടക്കാൻ. ഞങ്ങൾ അങ്ങനെ നടന്ന ഒരു കേവിന്റെ അടുത്തെത്തി. പക്ഷേ ഇതല്ലായിരുന്നു റൈഡൽ കേവ്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലായിരുന്നു റൈഡൽ കേവ് ഉള്ളത്. ഈ കേവ് കാണാൻ വേണ്ടിയാണ് ഇക്കണ്ട കുന്നുമലയെല്ലാം താണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇതൊരു മനുഷ്യനിർമ്മിതമായ ഗുഹയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഗുഹയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് ഒരാൾ അവിടെ നിന്ന് പാടാൻ തുടങ്ങിയത്. കേവിന്റെ എക്കോ കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. അങ്ങനെ പാട്ടും കേട്ട് ഗുഹയുടെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ പുറത്തു വന്നു. അവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കാൻ നേരത്ത് തന്നെ മഴ പെയ്തു. അങ്ങനെ മഴയും തന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നു.